നീ നമുക്കോ നൽകിയിടുവാമൃതം കൊണ്ടിങ്ങു പോവിതോ ആയതു നൽകുക നീ ഇനിയിപ്പോഴേ ചാരുവ പ്രാഭൃതം കൊണ്ടിങ്ങു പോന്നിതോ ആയതു നൽകുക നീ ഇനിയിപ്പോഴേ ആയതു മൂലം ഏറ്റവും ഗുണമായി വരൂ ഭക്തരായവർ നൽകുന്നതൊക്കെയും അപ്പോഴേ ഞാൻ ഭുജിച്ചിടും അറിയണോ ഭക്തരായവർ നൽകുന്നതൊക്കെയും അപ്പോഴേ ഞാൻ ഭുജിച്ചിടും അറിയണോ നല്ല ജലം നല്ല കുസുമങ്ങൾ നല്ല ഫലം ജലം നല്ല കുസുമങ്ങൾ നല്ല സദ്ഭക്തരായോർ നൽകുകയും നല്ല സദ്ഭക്തരായുള്ളവർ നല്ലവണ്ണം ഇഷ്ടമായി വരും ഇങ്ങടോ അല്ലാതെ സത്വരം നൽകിലും മോദിക്കയില്ല ഇത്തരം വാക്കുകൾ കേട്ടു വിപ്രതദാ ഉത്തമനാകും മുകുന്ദനോ തന്നുടെ കക്ഷേ ഒളിച്ചുവച്ചിടും ഋതുകത്തെ തക്ഷണം നാണിച്ചു നൽകാതിരുന്നിതു ഉത്തമനാകും മുകുന്ദനു തന്നുടെ കക്ഷേ ഒളിച്ചു വച്ചിടും പുതുകത്തെ തൽക്ഷണവും നാണിച്ചു നൽകാതിരുന്നിതു അപ്പോൾ മുകുന്ദനും മാനസേ ചിന്തിച്ചു സൽകുമാരാമിവൻ അദ്ധത്തിൽ എന്നെയും ചിത്തേ ഭജിച്ചതില്ല സൽകുമാരാമിവൻ അർത്ഥത്തിനേതുമേ ചിത്തേ എന്നെയും ചിത്തേ ഭജിച്ചതില്ല അർത്ഥത്തിൽ എന്നെയും ചിത്തേ ഭജിച്ചതില്ല അർത്ഥത്തിനേതുമേ ചിത്തത്തിൽ ആശയിൽ അർത്ഥത്തിൽ നേതുമേ ചിത്തത്തിൽ ആശയിൽ എന്നിവന് എങ്കിലും പത്നി തന്നുടെ വാക്കിയാൽ അർത്ഥത്തിനിപ്പോൾ ഇവിടെ വരിക കൊണ്ട് ഇന്നു ഞാൻ പകൽക്കും ലഭിയാതെ ധനങ്ങളെ
കേവലമോ ഭക്തവിത്രൻ നൽകിയിടുവൻ ദേവകൾക്കും ലഭിയാതെ ധനങ്ങള് കേവലം ഭക്തപുത്രൻ നൽകിയിടുവൻ നിത്യം വിചാരിച്ചു. ഇതം വിചാരിച്ചു മാധവൻ വിപ്രനോട് ഉത്തമനാം നിൻ കിഴിയന്തിതിൽ എന്നും ചോദിച്ചു. ഉത്തമനാം നിൻ കിഴിയന്തിതിൽ എന്നും ചോദിച്ചു. ഉത്തമനാം നിൻ കിഴിയന്തിതിലെന്നും ചോദിച്ചു. ഭാണ്ഡം വിധിച്ചടിക്കും വിധൗ ഭാണ്ഡം പിടിച്ചടിക്കും വിധൗ ഭാണ്ഡം പിടിച്ചടിക്കും വിധൗ മോദിച്ചു മാധവൻ അവൾ കാണുകയായി. മോദിച്ചു മാധവന് അവൾ കാണുകയായി. നിർമ്മലമായുള്ള അവളുടെ മൂലമായി നിർമ്മലമായുള്ള അവളുടെ മൂലമായി നിർണായമേറ്റവും തൃപ്തനായി എന്ന് പറഞ്ഞു. ജഗന്മയനീശ്വരൻ തന്നുടെ കയ്യാൽ ഒരു കുത്തി മാറിയങ്ങേറ്റമാനം ജഗന്മയനീശ്വരൻ തന്നുടെ കയ്യാൽ ഒരു മുഷ്ടി വാരിയങ്ങേറ്റമാനന്ദേനത്തിൻ പുനരതിൽ ഏറ്റവും നന്നായൊരു മുഷ്ടി വാരിയിട്ടു തെറ്റെന്നു വായിക്കൊള്ളുവതിന് തുടർന്നപ്പോൾ തെറ്റെന്നു കാരുണ്യശാലി കമലാക്ഷി ഇന്ദിരയാകിയ രുക്മിണി മാധവൻ തന്നെ കൈ പിടിച്ചെന്തോടു ലജ്ജയാ മന്ദാക്ഷമോട് പറഞ്ഞത് അതു നേരം ഇന്നു മതി മതി വിപ്രോത്തവൻ ഇഹ എന്നും സ്വരന്മാർക്കു പോലും അസാധ്യമായുമേവൈശ്വര്യം ഭവിച്ചവൻ ഇന്നിഹ ഈശാ നീ ഭക്ഷിച്ചതുകൊണ്ട് മോക്ഷവും വന്നിതു. ഈശാ നീ ഭക്ഷിച്ചതുകൊണ്ട് മോക്ഷവും വന്നിത് ഇവൻ ഇതുപോലും എന്ന് ഓതി പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ. പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ തന്നുടെ മെത്തമേളത്ര സഹിപ്പിച്ചു. പാദശുശ്രൂഷയും ചെയ്തു വന്ദിച്ചിതു.
മോദേന സൽക്കഥ ചൊല്ലിരുമിച്ചിത്തു മോദേനം സൽക്കഥ ചൊല്ലി രമിച്ചിത്തു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ദ്വാരകാനാഥനെ ദർശിച്ച ഭക്തോത്തരാമന കുചേല ബ്രാഹ്മണൻ ഭഗവാനോട് യാത്ര പറഞ്ഞ് സ്വഭവനത്തിലേക്ക് പോകുന്നതായ രംഗമാണ്. നമ്മുടെ വേദി ഇട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആ കഥ പൂർണ്ണമാകുമ്പോൾ ഒരു ഭാഗത്ത് വിശ്രമിക്കും. ചില ബ്രാഹ്മണനായിട്ട് വരിക ജീവിതത്തിൽ മഹാഭാഗ്യമാണ്. ഭക്തന്റെ ദാസനാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെയാണ് ആ ഭക്തൻ നൽകുന്ന പ്രസാദം നാം സ്വീകരിക്കുമ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടുക. അപ്പൊ അദ്ദേഹം കുചേല ബ്രാഹ്മണൻ നമുക്ക് അല്പം ഈ വലിയ സബൽ പ്രസാദം തരും. യഥാവലി ദക്ഷിണ അർപ്പിച്ചുകൊണ്ട് ആ അവൽ പ്രസാദം എല്ലാവരും കഴിക്കുകയും വേണം. അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ രാത്രി കഴിഞ്ഞോരനന്തരം മംഗലവിപ്രന്നഭ്യാദി കർമ്മം കഴിച്ച് അൻപോട് ലോകേശനോട് യാത്ര പറഞ്ഞ് ഉമ്പരിൽ ഉത്തമ വിപ്രൻ നടന്നിതു. മംഗലവിപ്രന്നഭ്യാദി കർമ്മം കഴിച്ച് അൻപോട് ലോകേശനോട് യാത്ര പറഞ്ഞ് ഉമ്പരിൽ ഉത്തമ വിപ്രൻ നടന്നിതു. പോകുന്ന മാർഗത്തിൽ ഓരോന്ന് ചിന്തിച്ചു. ഏകനാഥന്റെ വൃത്താന്തം അതിശയം. ഏകനാഥന്റെ വൃത്താന്തം അതിശയം. അന്തണഭക്തിയും ഏറ്റം അത്യത്ഭുതം. ചന്ദാമരാക്ഷൻ സുഭഗ സമ്മോഹനം.
ഞാനായതറ്റം മലിനൻ തമോമയൻ ആനന്ദരൂപൻ എന്നെ പുണർന്നീടിനാൻ ആനന്ദരൂപൻ എന്നെ പുണർന്നീടിനാൻ ദേവാസുരാദി സകലരും ഐശ്വര്യം ആവോളമാർജിച്ചതോർത്തു കണ്ടിടുകിൽ കേവലം തൽപ്രസാദത്താലതത്രയും സേവിപ്പവർക്കു സകല സമ്പത്തുകൾ സേവാഫലപ്രദൻ മാധവൻ നൽകുന്നു. സേവിപ്പവർക്കു സകല സമ്പത്തുകൾ സേവാഫലപ്രദൻ മാധവൻ നൽകുന്നു. അർത്ഥത്തിനായിട്ടു വന്നു ഞാൻ, അർത്ഥത്തിനായിട്ടു വന്നു ഞാൻ. ആയതും വർദ്ധിക്കയില്ലാതെ പോന്നു. അർത്ഥത്തിനായിട്ടു വന്നു ഞാൻ, ആയതും വർദ്ധിക്കുന്നതുമില്ലാതെ പോന്നു ഞാൻ. മദ്ഗൃഹീ പത്നി കരുണയാലേ, പത്നി കരുണയാലേ വരവാഗ്രഹിച്ചത്ര നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തു ഞാനങ്ങ് അവളോട് പറയുന്നു, കണ്ണാ എന്തു ഞാനങ്ങളോട് പറയുന്നു. ചിന്തിക്കൽ സർവജ്ഞനല്ലോ ജഗന്മയൻ. എന്തു നമുക്ക് ധനം നിങ്ങു നൽകാഞ്ഞു. ഓം നമോ ഭഗവതേ വാസുദേവായ. എന്തു നമുക്ക് ധനമു നൽകാഞ്ഞു. ചിത്തേ ധനമതാൽ ഇന്ന് നമുക്കുള്ള കൃത്യവും ഭക്തിയും പോമെന്നു ചിന്തിച്ചോ. നിത്യസ്വരൂപനിങ്ങർത്ഥം തരാഞ്ഞതും ചിത്തേ ധനമതാൽ ഇന്ന് നമുക്കുള്ള കൃത്യവും ഭക്തിയും പോം എന്നു ചിന്തിച്ചു. നിത്യസ്വരൂപനിങ്ങർത്ഥം തരാഞ്ഞതും. ഇങ്ങനെ ഓരോന്നു ചിന്തിച്ചു വിപ്രനും ചെന്നിതോ തന്നുട സത്തൻ ഭക്തന സന്നിധം. ഇങ്ങനെ ഓരോന്നു ചിന്തിച്ചു വിപ്രനും ചെന്നിതോ തന്നുടെ ഭക്തന സന്നിധം. അപ്പോൾ അനേകം മണിഗ്രഹജാലവും ശില്പമാം മാളികക്കൂട്ടവും കാണായി. നല്ല രക്തങ്ങൾ, വസനങ്ങൾ, ഭൂഷണം എല്ലാം പരിപൂർണമായ പൂട്ടുഗൃഹം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏറ്റം കനകമയമാം മതിലുകൾ, മുറ്റങ്ങൾ നല്ലൊരുപവന, ചിത്രപതാകകൾ സുവർണമായി എത്രയും നല്ല പത്മങ്ങളോടൊത്ത് അതിനിർമ്മലമായ ജലസ്ഥലവാദികൾ നിർമ്മല കൂവാതി മറ്റുമോരോ വിധം. ദേവേന്ദ്ര മന്ദിരതുല്യം മണിമയും ദേവകൾ പോലും വണങ്ങും പുരുഷനും അപ്സരസ്തികൾ നമിക്കുന്ന നാരിമാർ. ആ പുരുഷോഭകൾ കൊണ്ട് വിപ്രോത്തവൻ പാരം പരിഭ്രമിച്ചങ്ങ് നിൽക്കും. ഇതോ പാരാതെ പിന്നെയും കണ്ടൊരു വിസ്മയം. നിർമ്മലമായ കനകമണികളും നിർമ്മലഭൂഷണം കൊണ്ട് മൂടി ഉദാ മക്കളും ദാസിമാർത്തമോട്
മൈക്കണ്ണി ദാസിവാദമോട് ശോഭയ മൈക്കണ്ണി മൂലയവത്തി സുമംഗല മോദേന മന്ദാക്ഷമ കൊണ്ട് വന്ദിച്ച് ഭൂസ്വരം കണ്ടെടുത്തപ്പോൾ സവിസ്മയം ഒക്കെയും ഓത്തു നിരൂപിച്ച വിപ്രണം ഈ കളി മാധവമായി